ത്രികോണം, ട്രയാങ്കിൾ. അതിൽ 3 കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്: സുഖപ്രാപ്തി, ഐക്യം, സേവനം. മൂന്നാമത്തെ പൈതൃകമാണ് സേവനം. റിക്കവറി, യൂണിറ്റി, സർവീസ്. നമുക്ക് ടോക്കണൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ബാക്കിൽ ഉണ്ടായിരിക്കും. അതിൽ നമ്മൾ പ്രതിദിന മരണങ്ങളൊക്കെ പറഞ്ഞ പോലെ തന്നെ വൃത്തം മുഴുവൻ എയുടെ ലോകത്തിന് വേണ്ടിയിട്ട്, ലോകത്തിന് വേണ്ടി നിലകൊള്ളുന്നു വൃത്തം. ഈ ത്രികോണം എന്ന് ഉദ്ദേശിക്കുന്നത് തന്നെ സുഖപ്രാപ്തി, ഐക്യം, സേവനം. അത് തന്നെയാണ് എന്റെ എംബ്ലം. വളരെ കൃത്യമായിട്ട് തന്നെ ആൽക്കഹോളിക്സ് അനോണിമസിൽ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിൽ മൂന്നാമത്തെ പൈതൃകമായിട്ടുള്ള നമ്മുടെ സേവനം. എന്താണ് സേവനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മള് ഞാൻ ഈ ഒരു എൻ്റെ ഫീൽഡ് ഈ സിവിൽ എഞ്ചിനീയറിംഗ് ഫീൽഡാണ്, കൺസ്ട്രക്ഷൻ രംഗം. പ്ലാനൊക്കെ വരച്ച് പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ കോർപ്പറേഷനിലോ ഒക്കെ സമർപ്പിക്കുക, ബിൽഡിംഗ് ഏറ്റെടുത്ത് അത് ഒന്നെങ്കിൽ കോൺട്രാക്ട് ബേസിലോ അല്ലെങ്കിൽ സൂപ്പർവിഷൻ ബേസിലോ വർക്ക് ചെയ്യുക. അതാണ് എൻ്റെ വർക്ക്. ഞാൻ അത് പറഞ്ഞു വരുന്നത്, ഞാൻ മറ്റുള്ള ഈ നമ്മുടെ എന്താ പറയാ, സർക്കാർ സ്ഥാപനങ്ങളിലൊക്കെ കയറി ഇറങ്ങും. അപ്പൊ അവിടെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഒരു ഉന്നത തല ഒരു ഉദ്യോഗസ്ഥൻ റിട്ടയർ ആകുമ്പോൾ അയാൾക്ക് ഒരു സെൻഡ് ഓഫ് ഒക്കെ കൊടുക്കും. എന്നിട്ട് മാലയ്ക്കും ബൊക്കെയൊക്കെ ഇട്ട് സ്വീകരിച്ച് അവിടെ പല പ്രസംഗങ്ങളും ഞാൻ കേട്ടിട്ടുണ്ട്. ഇത് പറയുന്ന ഒരു കാര്യം, ഇത്ര വർഷത്തെ സ്തുത്യർഹമായ സേവനം ചെയ്തുകൊണ്ട് നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള ഇന്ന ആള് വിരമിക്കണം എന്ന് പറഞ്ഞിട്ട് വളരെ നല്ല, എന്താ പറയാ, ഒരു വളരെ ഫീലിങ്സിലൊക്കെ പ്രസംഗിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. സ്തുത്യർഹമായ സേവനം സത്യത്തിൽ എനിക്ക് പുച്ഛമായിരുന്നു. കാരണം ഞാൻ ഈ ഗവൺമെന്റ് സർവീസിലുള്ള എല്ലാവരും മോശക്കാരെന്നല്ല പറയുന്നത്. പക്ഷെ ഞാൻ ബന്ധപ്പെട്ടിട്ടുള്ള പല ആൾക്കാരും ഈ കൈക്കൂലിയൊക്കെ മേടിച്ച് ഉള്ള ആൾക്കാരെ ഞാൻ കൊടുത്തിട്ടുമുണ്ട്. ഉള്ള കാര്യം പറഞ്ഞാൽ ഞങ്ങളുടെ ജോലിയുടെ ഭാഗമായിട്ട് കൊടുക്കാതെ രക്ഷയില്ല. അപ്പൊ അവിടെ സ്തുത്യർഹമായ സേവനം, ഈ സ്തുത്യർഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പറയാൻ വേണ്ടിയിട്ട് പഠിച്ചതുണ്ട്. സ്തുത്യർഹം എളുപ്പമല്ല അത് പറയാം. അപ്പൊ ഈ സ്തുത്യർഹമായിട്ടുള്ള സേവനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്ത് സ്തുത്യർഹമാണ്? സ്തുതിക്കത്തക്കതുള്ള ഒരു സേവനം. എന്താണ് സേവനം? മാസം മാസം പൈസ സ്വീകരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ പണം, സാലറി, അല്ലെങ്കിൽ മാസം കിട്ടുന്ന ആ ഒരു തുകയും അത് കൂടാതെ അതിന്റെ ഇരട്ടി കൈക്കൂലിയൊക്കെ മേടിച്ച് നിൽക്കുന്ന ആ ഉദ്യോഗസ്ഥന്മാർക്ക് എങ്ങനെയാണ് സേവനം? ആൽക്കഹോളിക്സ് അനോണിമസ്, ഞാൻ സേവനത്തെ കുറിച്ചിട്ടുള്ളൊരു ഇതാണ്, നിർവചനമാണ് പറഞ്ഞത്. ആൽക്കഹോളിക്സ് അനോണിമസ് പറഞ്ഞു ഒന്നും പ്രതീക്ഷിക്കാതെ, യാതൊന്നും പ്രതീക്ഷിക്കരുത്. പണമോ പാരിതോഷികമോ എന്തിനു പറയുന്നു, നമ്മുടെ ഒരു നന്ദി പറച്ചിൽ പോലും പ്രതീക്ഷിക്കരുത് എന്നാണ്. ഞാൻ ആദ്യത്തെ തുടക്കത്തിലൊക്കെ വളരെയധികം, ഞാൻ പറഞ്ഞല്ലോ, തെറ്റിദ്ധരിച്ചു. പിന്നീട് പോകെ 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 ആൽക്കഹോളിക്സ് അനോണിമസിലൂടെ സഞ്ചരിച്ചപ്പോൾ തന്നെയാണ് സേവനത്തിനെ കുറിച്ചിട്ടുള്ള തരുന്നത്. കാരണം ഞാൻ അതിലൂടെ ഒരുപാട് സഞ്ചരിച്ചിട്ടുള്ള ഒരാളാണ്. ഒരു സ്വാർത്ഥ മനോഭാവത്തോടു കൂടി സഞ്ചരിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് കൃത്യമായിട്ട് എനിക്ക് പറയാൻ കഴിയും, തുടക്കകാലത്തൊക്കെ ആൽക്കഹോളിക്സ് അനോണിമസിലെ സേവനം എന്ന് പ്രത്യേകിച്ച്, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം കൂടി വരിക നമ്മുടെ ഈ പറഞ്ഞ പോലെ IGR അല്ലെങ്കിൽ GSR അല്ലെങ്കിൽ DCM, ഇന്റർ ഗ്രൂപ്പ് ചെയർമാൻ, അല്ലെങ്കിൽ ഏരിയ കമ്മിറ്റി, അല്ലെങ്കിൽ എന്താ പറയുക, അങ്ങനെ നീണ്ട് ഡെലിഗേറ്റ്, B ക്ലാസ് ട്രസ്റ്റി, അതൊക്കെ ഒരു സേവനത്തിന്റെ ഒരു ഭാഗമാണ്. പക്ഷെ ഞാൻ എൻ്റെ ആ ആൽക്കഹോളിക്സ് അനോണിമസിലൂടെയുള്ള തുടക്കത്തിലുള്ള ഒരു സേവനത്തിലേക്ക് എത്തിപ്പെട്ടുള്ള കാര്യങ്ങൾ ഞാൻ എൻ്റെ വീട്ടിലൊന്നും, ഞാൻ പൊതുവെ എൻ്റെ 2 ജ്യേഷ്ഠന്മാരുണ്ട്. അതൊക്കെ അധ്വാനികളാണ്. ശരിക്കും നന്നായിട്ട് അധ്വാനിക്കുന്ന ഒരു കൂട്ടത്തിലാണ്. ഒരാൾ വലിയ വർക്ക്ഷോപ്പും കാര്യങ്ങളും, ഒരാൾ ഡ്രൈവറാണ്, എന്നാലും അധ്വാനിക്കും. പക്ഷെ ഞാൻ ഈ കാര്യങ്ങളൊക്കെ ആയ കാരണം, എൻ്റെ ഫീൽഡൊക്കെ ആയ കാരണം അധ്വാനം കുറവാണ്. എൻ്റെ അമ്മയൊക്കെ കളിയാക്കിയിട്ട് പറയും, ഒരു കമന്ന് കിടക്കുന്ന പ്ലാവില നിവൃത്തിയിടില്ല എന്ന് പറയും. എന്തെങ്കിലും ഒരു കണ്ടു കഴിഞ്ഞാൽ ഒന്ന് ദേഹനങ്ങി പണിയില്ല. അങ്ങനത്തെ ഒരു മടിയനും ഉള്ള ഒരാളാണ്. പൊതുവെ എൻ്റെ ഒരു ജോലി എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ കൊണ്ട് പണിയെടുപ്പിച്ചിട്ടുള്ള ഒരു ശീലമാണ് എനിക്കുള്ളൂ. ഞാൻ ആൽക്കഹോളിക്സ് അനോണിമസിൽ തുടക്കകാലത്ത് വരുമ്പോൾ, ഞാൻ പറയുമല്ലോ, എല്ലാവരും വരുന്ന പോലെ തന്നെയാണ്. തലകുമ്പിട്ട് വളരെ ശോകമൂകനായി, ആരോടും സംസാരിക്കാതെ, വളരെ കുറ്റബോധത്തോടു കൂടിയിട്ടാണ് തുടക്കകാലത്ത് ആൽക്കഹോളിക്സ് അനോണിമസിൽ വന്നത്. അന്ന് ഒരു ഏകദേശം ഒരു 10 കൊല്ലം മുമ്പ്. ഈ 10 കൊല്ലം മുമ്പ് എന്ന് പറയുമ്പോൾ അവിടെ ആഴ്ചയിൽ ഒരു 2 മീറ്റിംഗ് ആണ് 15 കിലോമീറ്റർ അപ്പുറത്ത് എനിക്ക് കിട്ടിയത്. 15 കിലോമീറ്റർ ചുറ്റളവില് 2 മീറ്റിംഗ്. അത് ഒന്ന്
ഒരു ചൊവ്വാഴ്ചയും ഒന്ന് ഞായറാഴ്ചയും. ഞായറാഴ്ച ഓപ്പൺ മീറ്റിംഗ് ആണ്. അവിടെ ഒരു ഹോസ്പിറ്റൽ മീറ്റിംഗ് ആയ കാരണം അവിടെ അലനോൺസും അവരുടെ കുടുംബാംഗങ്ങളൊക്കെ വന്ന് കാലത്ത് 10 മണി തൊട്ടിട്ട് 12 മണി വരെ 2 മണിക്കൂറാണ് മീറ്റിംഗ്. ഞാൻ അവിടെ പോയിരുന്നു. കുറച്ച് ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ ചായ കൊണ്ടുവരും. ചായ ഒരു ട്രേയില് അടിയിലുള്ള ക്യാൻറ്റീനിൽ നിന്ന് മറ്റേ ഈ ഡിസ്പോസിബിൾ ഗ്ലാസ്സിൽ കൊണ്ടുവരിക. അത് കൊണ്ടുവരുന്നത് അപ്പൊ ഞങ്ങളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ടാവും. അപ്പൊ തുടക്കകാലത്ത് ഒരു പഴമക്കാരൊക്കെയാണ് കൊണ്ടുവരിക. പ്രായമുള്ള ആൾക്കാർ ഈ ഡിസ്പോസിബിൾ ഗ്ലാസ് ഓരോ ഗ്ലാസ് കൊടുക്കുക. അത് കഴിഞ്ഞാൽ ചായ കുടിച്ചു കഴിഞ്ഞാൽ ഈ ഗ്ലാസ് അടിയിൽ വെക്കും. അപ്പൊ ഒരു കവറായിട്ട് അതിന് നടന്നു വരും. അപ്പൊ അത് അതിലിട്ട് കൊടുക്കുക. ആ മീറ്റിംഗ് കഴിഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഈ ഇരുമ്പിന്റെ കസേരയായിരുന്നു മടക്കി വെക്കുന്ന കസേര. ആ കസേരകളൊക്കെ മടക്കി ഭദ്രമായിട്ട് വെക്കുക. അവിടെ എന്തെങ്കിലും ചപ്പ് ചവറുകളൊക്കെ ഉണ്ടെങ്കിൽ അതാക്കുക. അവിടെ സെക്രട്ടറി ആയിട്ടിരിക്കുന്ന ആള് ആ പുസ്തകങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ വെച്ച് എന്താ പറയാ അതൊക്കെ അടക്കി ഒതുക്കി വെക്കുക. ഇതൊന്നും എൻ്റെ ഒരു കുറച്ചു കാലത്തേക്ക് ഞാൻ അവിടെ ഒന്നും ചെയ്തിരുന്നില്ല. ഞാൻ അത് കാണുക, അതൊക്കെ അവരുടെ കടമയാണ്, എൻ്റെ കടമയല്ല. എന്നെപ്പോലത്തെ മധ്യാസക്തരെ അല്ലെങ്കിൽ പുതുമക്കാരെ അവര് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യണം, അവര് അതിനനുസരിച്ചുള്ള ത്യാഗങ്ങൾ അനുഭവിക്കണം എന്നൊക്കെയായിരുന്നു തുടക്കകാലത്ത് എൻ്റെ ഒരു ചിന്ത. ഞാനന്നും ഈ പുകവലിക്കുന്ന ആളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് മീറ്റിംഗ് കഴിഞ്ഞ് നമ്മൾ ഈ കുട്ടികളൊക്കെ ജനഗണമന അതുപോലെ അവസാനം നമ്മള് സ്കൂളൊക്കെ വിടുമ്പോ ആ ഒരു പ്രയർ ചൊല്ലില്ലേ, അത് ചൊല്ലി കഴിയുമ്പോഴേക്കും ഓടാവുന്ന ഒരു രീതിയിലായിരുന്നു ഞാനൊക്കെ അന്ന് ചെയ്തത്. ഞാൻ ഓടി. അവിടെ നിന്ന് ലിഫ്റ്റ് ഉണ്ട്, 3-ാം നിലയുടെ മുകളിലാണ്. അപ്പൊ ലിഫ്റ്റിൽ ഓടി കയറി ആദ്യത്തെ വണ്ടിക്ക് തന്നെ അടിയിൽ ഇറങ്ങി സിഗരറ്റൊക്കെ വലിച്ച് ഇവരൊക്കെ വരുന്നവരെ ആരും എന്നോട് ഒന്നും നിർബന്ധിച്ചില്ല. ഒരു 2-3 ആഴ്ചക്ക് കഴിഞ്ഞപ്പോ ഒരു പ്രായം കൂടിയിട്ടുള്ള ഏകദേശം ഒരു 65 വയസ്സിനൊക്കെ മേലെയുള്ള ഒരു പഴമക്കാരൻ എനിക്ക് ചായ കൊടുക്കും. പുഞ്ചിരിയോട് കൂടിയിട്ട് ചായ കൊടുക്കും. ഞാൻ സാധാരണ രീതിയിൽ ഞാൻ അവരുടെ മുഖത്ത് നോക്കാറില്ല. അപ്പൊ അദ്ദേഹം പുഞ്ചിരിയോട് കൂടിയിട്ട് അത് കൊടുന്നു. ആ കൂട്ടത്തിൽ ചോദിച്ചു, സുഖമല്ലേ എന്ന്. ചായ ഞാൻ വാങ്ങിച്ചു. സുഖമല്ലേ എന്ന് ചോദിച്ചപ്പോ എനിക്ക് എൻ്റെ ഉള്ളിലൂടെ ഒരു സ്പാർക്ക് കയറി. വലിയൊരു സ്പാർക്ക്. എനിക്ക് അന്ന് ഞാൻ വീട്ടിൽ പോയപ്പോൾ എനിക്ക് വല്ലാത്തൊരു വിഷമം തോന്നി. കാരണം ഇത്രയും പ്രായമായിട്ടുള്ള ഒരു മനുഷ്യൻ എനിക്കത് കൊണ്ടുതരിക, ഞാനത് വാങ്ങിച്ചു കുടിക്കുക, ആ കവർ കൊണ്ടുവരുമ്പോൾ അതിൽ ഇടുക. പിറ്റത്തെ ആഴ്ച ഞാൻ അവരുടെ കൂടെ കൂടി, ഞാനും കൊണ്ടുവരാം. അങ്ങനെ കസാരയൊക്കെ മടക്കി വെച്ച് ഞാൻ അവരിൽ ഒരാളായി. അവരോട് വർത്താനം പറഞ്ഞു. ഒരു എന്താ പറയാ, ഒരു തരം ഒരു സ്നേഹബന്ധം മെല്ലെ മെല്ലെ പതുക്കെ അവരിൽ ഞാൻ ഉണ്ടാക്കിയെടുക്കുന്ന പോലെ അത് ആ കൂട്ടത്തിലൊക്കെ കൂടി. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ വേറൊരു ഗ്രൂപ്പ് തുടങ്ങി. ആ ഗ്രൂപ്പില് സ്ഥിരമായിട്ട് വരിക. അപ്പൊ എന്നോട് പറഞ്ഞിരുന്നത്, ഞാനൊക്കെ ഞാൻ നേരം വൈകിട്ടാ വരിക, ഗ്രൂപ്പുകളിലൊക്കെ നേരം വൈകിട്ടാ വരിക. കാരണം വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇപ്പൊ ഈ കസാരയൊക്കെ പിടിച്ചിട്ട് വന്നാലോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്താ പറയാ പുസ്തകങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ അടക്കി അതൊക്കെ വെച്ചാലോ എന്ന് വിചാരിച്ചിട്ട് നേരം വൈകി ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് രാഷ്ട്രീയക്കാരെ പോലെ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ മീറ്റിംഗിലേക്ക് കടന്നു വരാൻ. പക്ഷെ പോകെ പോകെ ഒരു സുഖം കിട്ടി തുടങ്ങി. കാരണം അവിടെ വന്നു നേരത്തെ വരിക. അപ്പൊ അവിടെ ആരെങ്കിലുമൊക്കെ നേരത്തെ വരും. അപ്പൊ അവരെ വർത്താനം പറയാ, ആ പ്രയർ തുടങ്ങുക, അമരി കസാര. അന്ന് ഈ പറഞ്ഞ മാതിരി ചെറിയ ചെറിയ സ്കൂളുകളിലും ഇതൊക്കെയാണ്. ചിലപ്പോൾ ഒരു പക്ഷേ കറണ്ട് ഉണ്ടാവില്ല, മെഴുകുതിരി കത്തിക്കേണ്ടി വരും, കൊതുകുതിരി വരെ കത്തിക്കേണ്ടി വരും. പക്ഷെ അത് ഒരു പ്രത്യേക ഒന്നും ചെയ്യാൻ, ഞാൻ ഒരു സ്ഥലത്ത് പോലും ഒരു കാര്യം ചെയ്യാൻ പറ്റാത്ത ഒരാൾ. ഞാൻ ഒരു ഉദാഹരണം പറയുകയാണെന്ന് വെച്ചാൽ, ഒരു കല്യാണ വീട്ടിൽ പോയി കഴിഞ്ഞാൽ കുടിക്കുന്ന സ്ഥലത്തേക്ക് പോകും. ഈ കുടിച്ചു വന്നിട്ട് അവിടെ ഇരിക്കുമ്പോൾ മറ്റുള്ള ആൾക്കാരൊക്കെ പഴയ കാലത്തൊക്കെ കല്യാണങ്ങൾക്ക് വീടുകളിൽ നമുക്കറിയാലോ, ഈ എന്താ പറയാ നാളികേരൊക്കെ പിഴിയുക, അല്ലെങ്കിൽ കസാര പിടിച്ചിടുക, അല്ലെങ്കിൽ ആ സദ്യക്കുള്ള വട്ടങ്ങൾ ഒരുക്കുക, കറിക്കരിയ. ഞാൻ എൻ്റെ പണി കുറച്ച് ആൾക്കാരുണ്ട് വിളിച്ചിട്ട് ഒരു സ്ഥലത്ത് ഇതാ നീ വന്നെ പണിയെടുക്കുന്ന ആൾക്കാരെ പോലും ഞാൻ വിളിച്ച് ഒരു സ്ഥലത്ത് കൂടിയിരുന്ന് അവിടെ വർത്താനം പറയും. മറ്റുള്ളവരൊക്കെ അനാവശ്യമായിട്ട് നോക്കണം. അവരൊക്കെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അവർ വായ അടയ്ക്കുക എന്നുള്ളതാണ് അന്നത്തെ കുടിക്കുന്ന കാലത്തുള്ള പ്രശ്നം. അപ്പൊ ഒരാളെ കൊണ്ട് പണിയെടുക്കില്ല, പണിയെടുപ്പിക്കില്ല എന്നുള്ള രീതിയിലാണ്. പക്ഷെ ആൽക്കഹോളിക്സ് അനോണിമസിൽ വന്നപ്പോൾ അവിടെ ഒരു വേർതിരിവ് വന്നിട്ടില്ല. ഒരാളും പണിയെടുക്കാൻ നിർബന്ധിച്ചില്ല. പക്ഷെ അതിലൊരു സുഖം കണ്ടെത്തി. മെല്ലെ പതുക്കെ ഒരു പുതിയ ഗ്രൂപ്പ് തുടങ്ങി. അവിടെ ഈ പറഞ്ഞ പോലെ വന്നു, അവിടുത്തെ കാര്യങ്ങൾ ചെയ്തു. ആ ജനലുണ്ട്, ജനലൊക്കെ അടച്ചു അല്ലെങ്കിൽ തുറന്നു.
എന്തെങ്കിലും വൃത്തികേടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അടിച്ച്. അതായിരുന്നു തുടക്കത്തിലുള്ളൊരു സ്നേഹം. പിന്നീട് കുറെ കാലം കഴിയും തോറും ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പുറമേയുള്ള മീറ്റിങ്ങുകൾ, വാർഷികങ്ങളൊക്കെ എന്നെ എൻ്റെ പഴമക്കാര് കൊണ്ടുപോയി തുടങ്ങി. അവിടെയും ഈ പറഞ്ഞ പോലെ ഒരിക്കൽ ഒരു കോഴിക്കോടാണ് തോന്നുന്നു, കോഴിക്കോട് ഒരു വാർഷികത്തിന് പോയി. അവിടെ വാർഷികത്തിന് പോയപ്പോൾ ഈ സാധാരണ രീതിയിൽ നമുക്ക് രജിസ്ട്രേഷൻ ഒക്കെ ഉണ്ടാവാറുണ്ട്. അവിടെ രജിസ്ട്രേഷൻ ഇല്ല. രജിസ്ട്രേഷൻ ഇല്ല. അവിടെ ഒരു കിറ്റ് വെച്ചിട്ടുണ്ട്. കിറ്റിയിൽ നമുക്ക് ആവശ്യമുള്ള ഇടാം. അപ്പൊ നമ്മുടെ ഒരു പഴമക്കാരൻ ഒരു 100 രൂപ അതിലിട്ടു. ഞാൻ പറഞ്ഞു ആവശ്യമുണ്ടെങ്കിൽ ഇടണ്ടോ എന്ന്. ഞാൻ ഇട്ടില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, മധു, ഇതും ഒരു സേവനത്തിന്റെ ഒരു ഭാഗമാണ്. നമ്മൾ അവിടെ കഴിക്കുന്ന ഒരു ഭക്ഷണത്തിന്റെയെങ്കിലും പൈസ നമ്മൾ അതിലിടണം. പക്ഷെ ഞാനത് കൂട്ടാക്കിയില്ല. കാരണം കോഴിക്കോട്ടേക്ക് പോയത് വണ്ടി കാശും ചെലവാകും. പിന്നെ മറ്റുള്ള ഇനി അവിടുന്ന് വരുമ്പോൾ ചായ കുടിക്കണ്ടേ. എന്റെ കയ്യിൽ നിന്നുള്ള 100 രൂപ ഞാൻ അവിടെ ഇടാൻ തയ്യാറായില്ല. പക്ഷെ കുറച്ച് കാലം കഴിഞ്ഞപ്പോഴാണ് അതിന്റെ ഒരു മഹത്വം എനിക്ക് മനസ്സിലായത്. കാരണം ഞാൻ എത്രമാത്രം ആൽക്കഹോളിക്സ് അനോണിമസിൽ ചെലവഴിക്കുന്നു, മാത്രം അതിന്റെ ഇരട്ടിയായിട്ട് എനിക്ക് തിരിച്ച് കിട്ടും എന്നുള്ളത് മനസ്സിലായത് പിന്നീട്. അപ്പൊ ഈ സേവനത്തിന്റെ ഭാഗം എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയത് കുറച്ചു കാലം കഴിഞ്ഞിട്ടാണ്. ഇതിൽ പറയുന്ന പോലെ ചിലപ്പോൾ പെട്ടെന്ന്, ചിലപ്പോൾ സാവധാനം എന്ന് പറയുന്ന പോലെ. കാരണം പക്ഷെ നമ്മളത് ചെയ്യാൻ തയ്യാറായാൽ, അങ്ങനെ അതിനുവേണ്ടി ശ്രമിച്ചാൽ എല്ലായ്പ്പോഴും പറയാം. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഈ മീറ്റിങ്ങുകളിൽ പിന്നെ അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞു. ഞാനിങ്ങനെ ഞാൻ പറഞ്ഞല്ലോ 2.5 വർഷം എടുത്തു എന്ന് പറഞ്ഞല്ലോ. അതിന്റെ ഇടയിൽ ഒരു 3 മാസം എനിക്ക് കിട്ടി. ഈ 3 മാസം എനിക്ക് കിട്ടിയപ്പോൾ വേറൊരു ഗ്രൂപ്പിന്റെ ഒരു സെക്രട്ടറി ആവാൻ കിട്ടി. അവിടെ മുഴുവൻ പഴമക്കാരാണ്, പുതുമക്കാർ അവിടെ ഇല്ല. അപ്പൊ ഇങ്ങനെ മാറി മാറി അവരിയ്ക്കുന്ന എന്റെ കൂട്ടത്തിൽ ഞാൻ ഒരു 3 മാസമായപ്പോൾ, പക്ഷെ എന്റെ വീടിന്റെ അവിടെ നിന്ന് ഈ പറഞ്ഞ പോലെ അത്യാവശ്യം കിലോമീറ്റർ ഉണ്ട്, 15 കിലോമീറ്റർ ഉണ്ട്. അവിടെ ഞാൻ അടുത്തൊരു കുടിക്ക് കോപ്പ് കൂട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് എൻ്റെ ഒരു പഴമക്കാരൻ എന്നോട് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു, നീ അതിന്റെ ഒരു സെക്രട്ടറി ആയിട്ട് ഇരിക്കുക, ഞങ്ങളുണ്ട്, കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ പിന്നിലുണ്ട്, കിറ്റൊക്കെ ഞങ്ങൾ കൊണ്ടുപോകാം, നീ സെക്രട്ടറി ആയിട്ടിരുന്നാൽ മതി. അങ്ങനെ നിർബന്ധിച്ചിട്ട് ഞാൻ അവിടെ ഒരു സെക്രട്ടറി ആയിട്ടിരുന്നു. പക്ഷെ ഞാൻ പിന്നെ അതിനുശേഷം ഞാൻ കുടിക്കേണ്ടി വന്നിട്ടില്ല. എന്റെ വിചാരം, എന്റെ പഴമക്കാരൊക്കെ പറയുന്നവർ അന്ന് എന്നെ കളിയാക്കിയിട്ടല്ല, എന്നാലും അവരൊരു തമാശ ഭാവത്തിൽ പറഞ്ഞു, മധുവിന്റെ വിചാരം ഈ പല്ലി ഉത്തരം താങ്ങണ മാതിരിയാണ്. കാരണം ഞാൻ ഒരു അരമണിക്കൂർ മുമ്പ് അവിടെ വരും. ഒരു ഓഡിറ്റോറിയം ആയിരുന്നു. ഒരു ഓഡിറ്റോറിയം ഷട്ടറൊക്കെ പൊക്കി അതിന്റെ ഉള്ളിൽ കസാരകളൊക്കെ നിരത്തിയിട്ട് അവിടെ ചന്ദനത്തിരിയൊക്കെ കത്തിച്ച് മണമൊക്കെ ഇടാൻ വേണ്ടിയിട്ട് കത്തിച്ച് ഈ ലിറ്ററേച്ചറുകളൊക്കെ അടക്കി ഒതുക്കി വെച്ച് വളരെ വൃത്തിയായിട്ട് ഞാൻ ഇരുന്നു. അപ്പൊ പലപ്പോഴും തമാശയിൽ പറയുന്നത് വെച്ചെങ്കിൽ മധുവിന്റെ വിചാരം മധുവാണ് അവിടെ ഇതൊക്കെ കാര്യങ്ങൾ. പക്ഷെ എന്നെ സംബന്ധിച്ച് അത് വലിയൊരു കാര്യമായിരുന്നു. അത് തിരിച്ചും ചെയ്യാനും, മറ്റുള്ളവരൊക്കെ മീറ്റിംഗ് കഴിഞ്ഞ് ഓടി സിഗരറ്റ് വലിക്കാൻ ഓടുന്ന കൂട്ടത്തിൽ ഞാൻ അത് എൻ്റെ ഒരു ഉത്തരവാദിത്തം, അത് എന്തോ ഒരു ദൈവം എന്നിൽ അത് പ്രവർത്തിച്ചു എന്നുള്ളത്. അവിടെ 2-2.25 വർഷത്തോളം ഞാൻ അതിനെ, അതായത് പുതിയൊരു ഗ്രൂപ്പ് ഞങ്ങൾ ഹോം ഗ്രൂപ്പിന്റെ വീടിന്റെ അടുത്ത് തുടങ്ങുന്നവരെ ഞാൻ അവിടെ ഇരുന്നു. അതാണ് എൻ്റെ ആദ്യത്തെ ഒരു സേവനം. പിന്നീട് പിന്നെ എനിക്ക് കുറെ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് ഇതിലിപ്പോ. ഞാൻ പിന്നെ എനിക്ക് തോന്നി, കുറച്ചു കാലം കഴിഞ്ഞപ്പോ ഒരു ആൾക്കാരെ കൊണ്ടുവരുന്ന മീറ്റിംഗ് ആണിത്. 12ാം പടി ചെയ്തില്ലെങ്കിൽ ഞാൻ എന്താ പറയാ, ഒന്നും ഇല്ലാത്തവനാവും, അല്ലെങ്കിൽ ആൽക്കഹോളിക്സ് അനോണിമസിൽ എന്തെങ്കിലും ഒന്ന് ആയിത്തീരണം എന്നുള്ള ഒരു ആഗ്രഹത്താല് ഞാൻ ഒരു പുതുമക്കാരനെ കൊണ്ടുവരണം എന്നുള്ളൊരു ഇതൊക്കെ വരുത്തി ഒരാളെ ചാക്കിട്ട് പിടിച്ചു. അതൊരു മദ്യാസക്തനെ. അവസാനം അവൻ സമ്മതിച്ചു. പക്ഷെ അവന്റെ ഒരു ഡിമാൻഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് ഞാൻ വരില്ല, നാളെയോ മറ്റന്നാളോ വരാം, പക്ഷെ ഇന്ന് എനിക്കിത് 100 രൂപ കിട്ടണം കുടിക്കാൻ. അപ്പൊ എൻ്റെ ഉള്ളിലുള്ള സ്വാർത്ഥത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എങ്ങനെയെങ്കിലും ഒരാളെ ഒരു മീറ്റിംഗ്, കാരണം പല ആൾക്കാരും പലരും കൊണ്ടുവരുന്നുണ്ട്, അത് ഇന്ന ആള് കൊണ്ടുവന്നാണ് ലേബലില് ഇരിക്കുന്നത്. അപ്പൊ എന്റെ വിചാരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഒരാളെ എങ്ങനെയും കൊണ്ടുവരണം, ചാക്കിട്ട് പിടിക്കണല്ലോ എന്നുള്ളതായിരുന്നു. യഥാർത്ഥത്തില് അത് അറിവില്ലായ്മയാണ്, എന്താണ് സേവനം എന്നുള്ളത് അന്ന് അറിയില്ല. അപ്പൊ പക്ഷെ ഞാൻ ഇയാളെ പിടിച്ചു കൊണ്ടുപോയി. എൻ്റെ ഞാൻ സാധാരണ ബൈക്കിലാണ് പോവാറ്, കാറ് ഇട്ടു, ഇയാളെ ഫ്രണ്ടിൽ ഇരുത്തി, AC ഒക്കെ ഇട്ട് ചായയൊക്കെ മേടിച്ചു കൊടുത്ത് ഞാൻ അവിടെ ഇരുത്തി. എന്റെ മുമ്പിൽ തന്നെ ഇരുത്തിയ സെക്രട്ടറിയോട് പറഞ്ഞത്, മധു കൊണ്ടുവന്ന് പറഞ്ഞോട്ടാ എന്നൊക്കെ പറഞ്ഞ് അവിടെ ഇരുത്തി. പക്ഷെ അയാള് 3 ദിവസം വന്നു. 3 ദിവസം വന്നു, കുടിക്കാണ്ട് നിന്നു 3 ദിവസം. 4ാമത്തെ ദിവസം വിളിച്ചപ്പോൾ എടുത്തില്ല ഫോൺ. പിന്നീട് കുടിച്ചിട്ട് പിന്നെ എന്നെ കണ്ടിട്ട് കവലയിൽ നിന്നിട്ട് ഒരു പോസ്റ്റുമ്മ ചാരി നിന്ന് കുടിച്ചിട്ട്
എന്നെ തെറി വിളിച്ചു, കൊണ്ടുപോടാ, എന്നെ നേരെയാക്കടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പിന്നെ അപ്പൊ വല്ലാണ്ട് വയലന്റ് ആയി. ഇത് എനിക്ക് പറ്റിയ പണിയല്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ പഴമക്കാരോട് ഈ സംഭവം പറഞ്ഞപ്പോൾ അദ്ദേഹം, ഒരു പഴമക്കാരൻ പറഞ്ഞു, മധു, ആഹ് ഇത് ഒറ്റയ്ക്ക് ചെയ്യേണ്ട പരിപാടിയല്ല. നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയാത്തൊരു കാര്യല്ലേ നമ്മള് ദൈവത്തിന് വിട്ടുകൊടുത്തിട്ട് അത് മറ്റുള്ളവരോടൊപ്പം ചെയ്താലേ ശരിയാവുള്ളൂ. പക്ഷെ അപ്പോഴും എനിക്ക് മനസ്സിലായിരുന്നില്ല. ആൽക്കഹോളിക്സ് അനോണിമസിൽ 12 പടികളിൽ ലാസ്റ്റ് പറയുന്ന ഒരു പടി, ഈ നടപടികളിൽ നിന്നും കിട്ടിയ ആത്മീയ പ്രചോദനത്തിന്റെ ഫലമായി സന്ദേശം മറ്റു മദ്യപാനികൾക്ക് എത്തിക്കുവാനും ഈ തത്വങ്ങളെല്ലാം വ്യവഹാരങ്ങളിലും പാലിക്കുവാനാണ്. അപ്പൊ ഞാന് ഒരു ഒരു പുതുമക്കാരനെ സമീപിക്കണം, ഒറ്റയ്ക്ക് സമീപിക്കണം വെച്ചെങ്കിൽ അതിനുള്ള പ്രാപ്തി നേടണം എന്നുള്ളത് പിന്നീട് മനസ്സിലായി. അല്ലെങ്കിൽ പ്രാപ്തി നേടിയില്ലെങ്കിലും കുഴപ്പമില്ല, സന്ദേശം കൊടുക്കാം, ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, താങ്കൾക്ക് വരാം, ഇന്ന സ്ഥലത്ത് പരിപാടിയുണ്ട്. അല്ലാതെ താല്പര്യമില്ലാത്ത ഒരാളെ താല്പര്യത്തിലേക്ക് വരുത്താൻ ഒരു പഴമക്കാരൻ്റെയോ അല്ലെങ്കിൽ ഇവിടെ പറയുന്നുണ്ട്, നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ പറയുന്നുണ്ട്. ഞാൻ എന്റെ ഉത്തരവാദിത്തമാണെന്നൊക്കെ ഉത്തരവാദിത്തങ്ങളുടെ ഒരു ഇതൊക്കെ നമ്മൾ വായിക്കുന്നത് കേട്ടിട്ടുണ്ട്. എന്നാലൊരു പഴമക്കാരൻ അത് വായിച്ചു, എന്റെ ഉത്തരവാദിത്തമാണ് എപ്പോഴെങ്കിലും എവിടെയെങ്കിലും ആരെങ്കിലും സഹായത്തിന് അഭ്യർത്ഥിച്ചാൽ എയുടെ സഹായഹസ്തങ്ങൾ എല്ലായ്പ്പോഴും അവിടെ ഉണ്ടായിരിക്കണം. അവിടെ അദ്ദേഹം അത് എന്തോ തെറ്റി വായിച്ചു, എന്റെ സഹായഹസ്തങ്ങളിൽ നിന്ന് തെറ്റി വായിച്ചു, ഞാൻ കേട്ടു. ഞാൻ അത് തിരുത്താനോ മറ്റുള്ളവർ ആരും തിരുത്താനൊന്നും പോയില്ല. തെറ്റാണത്, എന്റെ സഹായഹസ്തങ്ങളല്ല, എന്റെ ഉത്തരവാദിത്തമാണിത്. അവിടെ എയുടെ സഹായഹസ്തങ്ങളാണ് വേണ്ടത്. പക്ഷെ പോലും മറ്റു പലപ്പോഴും ഞാൻ ഈ പറയുന്ന പോലെ തന്നെ അത് എന്റെ സഹായഹസ്തങ്ങളാക്കും ശരിക്കും. അപ്പൊ അവിടെയാണ് ആ സ്വാർത്ഥത നിഴലിച്ചു കാണുന്നത് ശരിക്കും. അപ്പൊ എങ്ങനെയാണ് ഒരു മദ്യാസക്തനെ ആകർഷിക്കുക? ഇതിന്റെ സേവനം ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു. ഇപ്പൊ ഇതിലിപ്പോ സാധാരണ ഇതിലൊരു ഒരു പൈതൃകത്തിനെ കുറിച്ച് പറയുമ്പോൾ മറ്റുള്ള പൈതൃകം കൂടി കയറി വരും. ഐക്യത്തെ കുറിച്ചിട്ട് ചിലപ്പോൾ അതിൽ വരും. അതേപോലെ സുഖപ്രാപ്തി എങ്ങനെയാണ് അതിന്റെ റിക്കവറി എന്നൊക്കെ വരും. എങ്കിൽ പോലും ഈ സേവനം എന്ന് പറയുന്ന പല കാര്യങ്ങളുണ്ട്. ഇപ്പൊ നമ്മള് ഒരു മീറ്റിങ്ങില് ഉണ്ടായിരിക്കുക എന്നത് തന്നെ ഒരു സേവനം. ഇപ്പൊ ഞാൻ എൻ്റെ ഒരു ഹോം ഗ്രൂപ്പ് ഇവിടെ തുടങ്ങിയപ്പോൾ, എൻ്റെ ഹോം ഗ്രൂപ്പ് എന്ന് പറയുന്നത് മറ്റുള്ള ആൾക്കാരടക്കമുള്ള ഹോം ഗ്രൂപ്പ് അവിടെ തുടങ്ങി. രണ്ട് പേര് ഇവിടെ നിലനിന്ന് ഒരു കൊല്ലായിട്ട് 2 പേരുണ്ട്. പക്ഷെ 2 പേരും വേറെ ഗ്രൂപ്പിന്റെ സെക്രട്ടറിമാരായി എന്നുള്ളതാണ് ആ സമയത്ത്. പക്ഷെ എങ്കിൽ പോലും അവര് ഉണ്ടായി. അപ്പൊ പല പഴമക്കാരും എന്നോട് പറഞ്ഞു, മധു, നിങ്ങൾ 3 ആളായല്ലോ അവിടെ, അപ്പൊ അവിടെ അടുത്തൊരു ഗ്രൂപ്പ് തുടങ്ങാലോ, അവർക്കും കൂടി ഒരു ഇതാവൂലോ. പിന്നെ അത് മാത്രല്ല, ഇവിടെ നിന്നുള്ള ആൾക്കാർ അങ്ങോട്ടും വരണ്ടേ എന്നൊക്കെ പറഞ്ഞ് ഒരു കൊല്ലത്തെ ശ്രമത്തിന് ശേഷമാണ് ഒരു കൊല്ലം കൂടി കഴിഞ്ഞു, 2 കൊല്ലായി അവര്. അങ്ങനെ ഒരു ഗ്രൂപ്പ് തൊട്ടടുത്ത് തന്നെ എൻ്റെ മക്കൾ പഠിക്കുന്ന ഒരു സ്കൂളിലാണ് അത്. അവിടെ ചോദിച്ചു, അവിടെ സമ്മതിച്ചു, ഗ്രൂപ്പ് തുടങ്ങി. അപ്പൊ ഗ്രൂപ്പ് തുടങ്ങിയപ്പോ എന്നോട് ഒരു പഴമക്കാരൻ പറഞ്ഞു, മധു, തുടക്കത്തിൽ മധു അവിടെ സെക്രട്ടറി ആയിക്കോ, കുഴപ്പമില്ല. ഒരു കുറച്ചും കൂടി അന്ന് എനിക്കൊരു 5 വർഷം, ഏകദേശം ഒരു 4, 4.5, 5 വർഷത്തിനോട് അടുത്തെത്തിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ ആ ഗ്രൂപ്പിലെ സെക്രട്ടറി ആയി. അങ്ങനെ എഴുതുന്നു. തുടക്കകാലത്തൊക്കെ ആൾക്കാരൊക്കെ വന്നു. പിന്നീട് ഈ പറഞ്ഞ പോലെ എന്താ പറയാ, ഈ പുതിയ രണ്ടാൾക്കാർക്ക് എന്നെ അത്രയാണ്ട് ഒരു പിടിച്ചില്ല. അവര് കുറച്ച് പ്രായമുള്ള ആൾക്കാരാണ്. ഞാൻ വേണ്ടതിലധികം ബഹുമാനം അവർക്ക് കൊടുത്തില്ല എന്നോ എന്തൊക്കെയോ പറഞ്ഞിട്ട് അത് ചെറിയ ചെറിയ പ്രശ്നങ്ങളായി. അപ്പോ ആ സമയത്ത് പഴമക്കാരടക്കമുള്ള ആൾക്കാരൊക്കെ ആ മീറ്റിങ്ങിലേക്ക് വന്നിരുന്നു. ഒരുവിധം കുഴപ്പമില്ലാതെ പോയിരുന്നതാണ് അപ്പൊ പെട്ടെന്ന് ഒരു കൊല്ലം കഴിഞ്ഞ്, ഒരു വാർഷികം കഴിഞ്ഞ് ആ മീറ്റിംഗ് വളരെ നല്ല രീതിയിൽ പോകുന്ന സമയത്ത് ഈ പുതിയ ആൾക്കാരാവുന്ന 2 ആൾക്കാർ അവിടെ ബിസിനസ് മീറ്റിംഗിൽ പ്രശ്നം ഉണ്ടാക്കി. അല്ലാണ്ട് പ്രശ്നം ഉണ്ടാക്കി. അന്നിപ്പോ അവിടെ ബിസിനസ് മീറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഗ്രൂപ്പില് ഹോം ഗ്രൂപ്പ് ആയിട്ടുള്ള ആൾക്കാർ മാത്രമാണ് ഇരിക്കാൻ പറ്റുള്ളൂ. പക്ഷെ അന്ന് വേറെ ആൾക്കാരില്ലാത്ത കാരണം ഇവരും വേറെ പഴമക്കാരൊക്കെ ആയിട്ട് ഇരുന്നു. അന്ന് വളരെ മോശമായിട്ട് എന്നോട് അവർ പ്രതികരിച്ചു. അവിടുന്ന് ഇവനെ മാറ്റണം, ഇവൻ കുറച്ച് കാര്യങ്ങൾ വല്ലാണ്ട് ചെയ്യുന്നുണ്ട്. ഒരു പക്ഷേ ഞാൻ അവിടെ ചെയ്തിരിക്കാം, കാരണം ആ സമയത്ത് അങ്ങനെ ചിലപ്പോൾ സംഭവിച്ചിരിക്കാം. പക്ഷെ ഇവരത് മാറ്റണം എന്ന് പറഞ്ഞ നിർബന്ധമായി ഒരു പുതുമക്കാരനെ ഇവിടെ പറഞ്ഞപ്പോൾ പുതുമക്കാരൻ അവിടെ കേട്ടില്ല ശരിക്കും. അങ്ങനെ അവർ അന്ന് അവിടെ ആ ഗ്രൂപ്പിൽ നിന്ന് ഇറങ്ങിപ്പോയി.
വല്ലാതൊരു വിഷമിച്ചൊരു സമയമാണ് അത് ശരിക്കും. വല്ലാതെ. കാരണം എന്നെ തന്നെ ചോദ്യം ചെയ്യുന്ന, ഞാൻ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു കാര്യമായിരുന്നു. എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്നൊക്കെ. അങ്ങനെ പഴമക്കാരൊന്നും മിണ്ടിയൊന്നുമില്ല. അവിടെയുള്ള പഴമക്കാരൊന്നും സംസാരിച്ചില്ല. അങ്ങനെ അതിലൊരു പഴമക്കാരൻ പറഞ്ഞു, മധു, ആഹ് ഈ ഒരു പുതിയ ആൾക്കാർ എന്തായാലും മീറ്റിംഗിൽ വരണം, അല്ലാതെ രക്ഷയില്ല. അന്ന് എനിക്ക് ഞാൻ എന്റെ കുറ്റമല്ല എന്ന് കരുതി തീർക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. വല്ലാതെ വിഷമിച്ച ഒരു സംഭവമാണ്. കുതിച്ചു പോകാവുന്ന ഒരു അവസ്ഥയിലെത്തിയുള്ള ഒരു സംഭവമാണ് അന്ന്. അത് രണ്ടു കൂട്ടരും ഇറങ്ങിപ്പോയത്. പല പല പഴമക്കാരും എന്നെ കുറ്റം പറഞ്ഞു. നിനക്ക് എന്തിനാ ഈ ഒരു അപ്പൊ ഈ രണ്ട് പുതുമക്കാരും വേറെ ഗ്രൂപ്പുകളിലെ സെക്രട്ടറിമാരാണ്. അങ്ങനെ ഞാന് വല്ലാതെ വിഷമിച്ച് ഇങ്ങനെ. അപ്പൊ അന്ന് ഈ ഗ്രൂപ്പ് കഴിഞ്ഞിട്ട് സെന്ററിൽ പോയിട്ട് ചായ കുടിക്കുന്നു. അപ്പൊ ചായ കുടിക്കാനൊന്നും ആരും കാത്തുനിന്നില്ല. ഞാൻ ഒറ്റപ്പെട്ട പോലെ. ഞാനങ്ങനെ ദൈവത്തിനോട് പ്രാർത്ഥിച്ചു, ദൈവമേ ഞാൻ കാരണം ഒരു ഗ്രൂപ്പ് നീ തകരുകയാണല്ലോ ഈശ്വര, എന്ത് ചെയ്യുന്നൊക്കെ നിൽക്കുന്ന സമയത്താണ് ഒരു മദ്യാസക്തൻ അവിടെ വന്നത്. അദ്ദേഹം ഒരാളെ ചീത്ത പറയായിരുന്നു, തെറി പറയായിരുന്നു. നന്നായി മദ്യപിച്ചിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോ എന്റെ മുഖത്തേക്ക് നോക്കി, എന്താ ഇവിടെ നിൽക്കുന്ന ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, അല്ല, വെറുതെ ഞാൻ ഒരാളെ കാത്തു നിൽക്കുകയാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, ചായ കുടിക്കണമെന്ന് ചോദിച്ചു. അപ്പൊ ആള് പറഞ്ഞു, ചായ കുടിച്ച പിരിയും. എന്നാലും എനിക്ക് ചായ വേണം, നമുക്ക് രണ്ട് വാക്ക് സംസാരിക്കാൻ ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ ചായക്കടയിൽ കയറി സംസാരിച്ചു. എന്നെ പറ്റിയിട്ട് ഞാൻ സംസാരിച്ചു. ആള് കേൾക്കാൻ തയ്യാറായി. ആള് അദ്ദേഹത്തിന്റെ കുറച്ച് അനുഭവങ്ങൾ എന്നോട് പറഞ്ഞു. അവിടെ ഇരുന്ന് പൊട്ടിക്കരഞ്ഞു. രണ്ട് ഇരട്ട കുട്ടികളാണ്, പെൺകുട്ടികൾ, പ്രായമായി, കല്യാണം കഴിച്ചു കൊടുക്കാറായി എന്നൊക്കെ പറഞ്ഞ് ഗംഭീര ഒരു സംഭവം. അദ്ദേഹം പറഞ്ഞു, ഞാൻ നിങ്ങളുടെ മീറ്റിങ്ങിന് വരുന്നുണ്ട് എന്നാണ്. പക്ഷെ ഒരാഴ്ച കാത്തിരിക്കണം, മറ്റുള്ളവർക്ക് കൊണ്ടുപോകാനുള്ള ആ ഒരു 15 കിലോമീറ്റർ അപ്പുറത്തേക്ക് കൊണ്ടുപോകണില്ല, പക്ഷേ ഈ മീറ്റിങ്ങിന് ഞാൻ അടുത്ത ആഴ്ച വരാം എന്ന് പറഞ്ഞു. അദ്ദേഹം വന്നു. കുറച്ച് നാള് ആൽക്കഹോളിക് അനോണിമസിലൂടെ സഞ്ചരിച്ചു. അദ്ദേഹം മുഖേന ഒന്ന് രണ്ടാൾക്കാർ വേറെയും വന്നു. പക്ഷെ ഈ ഫസ്റ്റ് വന്ന ആള് സ്ലിപ്പായി, പിന്നെ ഇതുവരെ കയറിയിട്ടില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞു വെച്ച ആൾക്കാർ മുഴുവൻ ഒരു 5-6 ആൾക്കാരായിട്ട് ഇന്നിപ്പോ ഒരു 3 കൊല്ലം, 4 കൊല്ലത്തിന്റെ അടുത്ത് 3 കൊല്ലമൊക്കെ ആയിട്ടുള്ള ആൾക്കാർ അവിടെ സ്ഥിരമായിട്ട് ഉണ്ട്. ഈ പഴയ രണ്ടാൾക്കാര് പോയ ആൾക്കാർ 6 മാസത്തിന് ശേഷം ഞാൻ പിന്നെ അവരെന്നോടും മിണ്ടാറില്ല. ശരിക്ക് ആൽക്കഹോളിക്സ് അനോണിമസില് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് ഞാൻ ചെയ്തത്. പക്ഷെ എനിക്കൊരു പെട്ടെന്നൊരു ഓപ്പറേഷൻ വേണ്ടി വന്നു. അങ്ങനെ ഞാൻ റെസ്റ്റായി, മീറ്റിങ്ങിലേക്കൊന്നും പോകാൻ പറ്റാണ്ടായി. പുറത്താണ് ഓപ്പറേഷൻ, അതുകൊണ്ട് കമന്ന് കിടക്കണം. ഈ 2 ദിവസം കൂടുമ്പോൾ പോയി ഡ്രസ്സ് ചെയ്യണം. അന്ന് സ്റ്റിച്ച് ഇടാൻ പറ്റില്ല. അത് വലിയൊരു മുറിവാണ്. അത് ആഴത്തിലുണ്ട്. അത് ഡെയിലി ഈ 2 ദിവസം കൂടുമ്പോൾ ഡ്രസ്സ് ചെയ്യണം. ഞാൻ ഈ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ട് ഞാന് ആ ഓപ്പറേഷൻ്റെ അന്നും അതിന്റെ പിറ്റേ ദിവസമൊന്നും ഒരു എന്റെ ഒരുപാട് ബന്ധുക്കൾ വന്നു. എനിക്ക് 4 അമ്മാവന്മാരുണ്ട്. അവരൊക്കെ ഹോസ്പിറ്റലിൽ വന്നു, മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. പക്ഷെ ഒരു മെമ്പർമാർ പോലും വിളിച്ചില്ലായിരുന്നു. എനിക്ക് വല്ലാത്തൊരു വിഷമം തോന്നി. എന്റെ മറ്റുള്ള ബന്ധുക്കളൊക്കെ വന്നാലും നോക്കി ഞാൻ അവരൊന്നും അങ്ങനെ എന്താ പറയാ, വേണ്ടത്ര പ്രാധാന്യം കൊടുത്തിരുന്നില്ല. എന്റെ വീട്ടില് ഞാൻ റെസ്റ്റ് ചെയ്ത് എടുക്കുമ്പോൾ അപ്പൊ അന്ന് ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത ദിവസം എന്റെ ഹോം ഗ്രൂപ്പിൽ കുറെ മെമ്പർമാരുണ്ട്. ഇവര് പോലും എന്നെ വിളിക്കാണ്ടായപ്പോ ആൽക്കഹോളിക്സ് അനോണിമസിനോട് എനിക്കൊരു വെറുപ്പ് പോലെ തോന്നി. അന്ന് എന്റെ ബന്ധുക്കളോ അല്ലെങ്കിൽ എന്റെ ഭാര്യ വീട്ടുകാരോ അല്ല, എനിക്ക് മെമ്പർമാരായിരുന്നു വലുത്. അപ്പൊ അന്ന് ഈ 2 പേരില് ഞാൻ രാത്രി ഇങ്ങനെ കമന്ന് കിടന്ന് ഇങ്ങനെ എന്റെ കണ്ണിൽ നിന്ന് വെള്ളം വരുന്നുണ്ട്. സത്യം പറഞ്ഞു. ആ സമയത്ത് ഇതിലൊരാള് എന്നെ വിളിച്ചു. എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, മധു, ഞാൻ അറിഞ്ഞു, ഓപ്പറേഷൻ കഴിഞ്ഞ് ഞാൻ അറിഞ്ഞു. അദ്ദേഹം 6 മാസമായിട്ട് എന്നോട് സംസാരിക്കാറുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ പൊട്ടിക്കരഞ്ഞു. ഞാന് അപ്പൊ ആള് പറഞ്ഞു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു അരമണിക്കൂറിന്റെ ഉള്ളിൽ ഇവിടുന്ന് ഒരു 8 കിലോമീറ്റർ അപ്പുറത്ത് ഒരു തൃശ്ശൂർ എത്തുന്നതിന് മുമ്പ് ഒരു മീറ്റിംഗ് ഉണ്ട്. ആ മീറ്റിംഗിൽ അറിഞ്ഞു അവര് രണ്ടാളും പിന്നെ എന്റെ ഹോം ഗ്രൂപ്പിലത്തെ ഒരു പുതിയൊരു മെമ്പറും കൂടി ആപ്പിളും ഓറഞ്ചും ഒക്കെ കൂടിയിട്ട് വന്നിട്ട് ഒരു 9 മണി നേരത്ത്, രാത്രി 9 മണി നേരം എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഞാൻ അവരോട് മാപ്പ് പറഞ്ഞു. ഞാൻ ചെയ്ത തെറ്റുകൾക്കൊക്കെ ഞാൻ അവരോട് മാപ്പ്. അവരെന്നെ കെട്ടിപ്പിടിച്ചു. ഒരു കുഴപ്പമില്ല, ഞങ്ങളുടെ കയ്യിലും ഒരുപാട് തെറ്റുകൾ. അപ്പൊ അന്നാണ് ഞാൻ ശരിക്ക് എന്താ പറയാ, ഒരു സ്നേഹം അല്ലെങ്കിൽ ഒരു ഐക്യം
ഒക്കെ ഒരു പ്രാധാന്യം കൊടുത്തു ശരിക്കും. അന്ന് മുതൽ ഇന്ന് വരെ ആ ഒരു ബന്ധം വളരെ കൃത്യമായിട്ട് പഴമക്കാരൊക്കെ പറയണ പോലെ ഒരു സേവനം ചെയ്യണമെങ്കിൽ സ്നേഹം വേണം, ഐക്യം വേണം. ശരി, ഐക്യം. ഇതിലൂടെ തന്നെയാണ് നമുക്കൊരു സേവനം ചെയ്യാൻ പറ്റുന്നത്. ഈ 3 കാര്യങ്ങള്, ഈ 3 പൈതൃകങ്ങള്, അതില് ട്രയാങ്കിൾ ആയിട്ട് നമ്മൾ കണ്ടു. അപ്പൊ ഈ 3 പലപ്പോഴും പഴമക്കാരൊക്കെ പറയുന്നുണ്ട്, ഒരു 3 കാലുള്ള ഒരു സ്റ്റൂള് പോലെയാണ്. 3 കാലുള്ള ഒരു സ്റ്റൂള് പോലെയാണ് ഈ പൈതൃകങ്ങൾ. അല്ലെ? കൃത്യമാണത്. ഒരു മില്ലിമീറ്റർ പോലും തെറ്റില്ല. അപ്പൊ ഈ 3 കാലിൽ ഒരു കാല് എടുത്ത് കളഞ്ഞാല് അത് ഇരിക്കാൻ പറ്റില്ല, അത് പോവും. അല്ലെ? 3 കാലുള്ള സ്റ്റൂള് കറക്റ്റ് ആയിട്ട് ഇരിക്കും. പക്ഷെ ഒരു കാല് എടുത്തു കളഞ്ഞാൽ അത് കൃത്യമായിട്ട് അത് ഇരിക്കില്ല. അത് നമുക്ക്. അപ്പൊ അതുകൊണ്ട് 3ഉം ലെവലേശം അളവിൽ വ്യത്യാസമില്ലാതെ വേണം. അപ്പൊ ഈ നമ്മുടെ സുഖപ്രാപ്തി, ഐക്യം, സേവനം, ഇത് 3ഉം ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒന്നാണെന്ന് എനിക്ക് അന്ന് മനസ്സിലായി. ഞാൻ എൻ്റെ എല്ലാവിധ ഈഗോ അല്ലെങ്കിൽ എല്ലാവിധ അഹങ്കാരവും ഒക്കെ മാറ്റി വെച്ചുകൊണ്ട് ഒരു പുതുമക്കാരനെ സഹായിക്കാൻ ഇറങ്ങിയാൽ തന്നെയാണ്, അല്ലെങ്കിൽ അവനൊന്ന് കേൾക്കാൻ തയ്യാറായാലാണ് എനിക്ക് ഇതിലിപ്പോ പറയുന്ന ഒരൊറ്റ കാര്യം തന്നെയാണല്ലോ. ഈ സേവനം എന്ന് പറയണത് നമ്മുടെ 5ാം പാരമ്പര്യത്തിൽ പറഞ്ഞ പോലെ മദ്യപാനം മൂലം കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നവർക്ക് എയുടെ സന്ദേശം എത്തിച്ചു കൊടുക്കുക എന്നതാണ് കാര്യം. ഒരിക്കൽ എൻ്റെ ഒരു പഴമക്കാരൻ, എന്റെ വീടിന്റെ അവിടുന്ന് 1 കിലോമീറ്റർ അപ്പുറത്ത് ഒരാൾക്ക് സന്ദേശം കൊടുക്കണം. മധു കൂടിയവൻ. അപ്പൊ അയാളുടെ ബന്ധുവാണ്, ശരി, ഭാര്യയുടെ ഒരു ബന്ധുവാണ്. അപ്പൊ അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞു, മധു, ഞാനേ തലേദിവസം വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ കാലത്ത് 6:30-ക്ക് വരാം. എനിക്ക് കാരണം വെച്ച് കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് പണിക്ക് പോകണം, അതുകൊണ്ട് കാലത്ത് വരാം. നിന്റെ സ്ഥലം ഉണ്ട്, അറിയാം, ഇവിടെ അടുത്താണ്. അവിടെ എൻ്റെ ഒരു ബന്ധു ഉണ്ട്. അപ്പൊ അയാൾക്ക് ചെറുപ്പം ചെക്കനാണ്, കല്യാണം കഴിഞ്ഞിട്ടില്ല. അവൻ ഭയങ്കര ഒരു പ്രശ്നക്കാരനാണ്. ഗൾഫിലായിരുന്നു. ഇപ്പൊ അവിടുത്തെ ജോലിക്ക് എന്താ പ്രശ്നമായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ നീ അവിടെ ഉണ്ടാവണം, നമുക്ക് ഒരുമിച്ച് അങ്ങോട്ട് പോവാം എന്ന് പറഞ്ഞു. അപ്പോ ശരി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അവിടെ വന്ന് ആദ്യം എൻ്റെ വീട്ടിലേക്ക് വന്നു. അത് പോണ സമയത്ത് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, താങ്കൾക്ക് അത് നേരിട്ട് ചെയ്യാറില്ലേ, എന്തിനാ എന്നെ വിളിച്ച്? അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു മദ്യാസക്തനെ കാണാൻ പോകുമ്പോൾ ഒരിക്കലും ഒറ്റയ്ക്ക് പോരുത്, അത് നിനക്ക് അവിടെ ചെന്നാൽ മനസ്സിലാവും. ശരി, ഓക്കെ. ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് അവന്റെ വീട്ടിലേക്ക് പോയി. അവനോട് പറഞ്ഞു. അവൻ ആദ്യം ഒന്നും തയ്യാറായിരുന്നില്ല. പിന്നീട് ആള് പറഞ്ഞു, ഞാൻ വരാം, കല്യാണം കഴിച്ചിട്ടില്ല, ചെറുപ്പാണ്, എനിക്ക് രക്ഷപ്പെടണം എന്നുണ്ട്, എന്താ ചെയ്യുക? ഞാൻ വേണ്ട നിൽക്കുമ്പോൾ എൻ്റെ കൂട്ടുകാര് അത് നിർബന്ധിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ നമ്പർ മേടിച്ചു, അദ്ദേഹം നമ്പർ മേടിച്ചു. പക്ഷെ വന്നില്ല. ആള് പിന്നീട് ഗൾഫിൽ പോയി അവിടെ സൂയിസൈഡ് ചെയ്തു മരിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഒരിക്കലും ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം അതൊരു വേറൊരാളായിട്ട് കൂട്ടി ചെയ്ത് പോയില്ല. കാരണം നമുക്കത് ഒരു സന്ദേശം കൊടുക്കുന്ന പോലെയല്ല ഒരു 12ാം പടി പ്രവർത്തനം. കാരണം അതിൽ പല വേർഷൻസ് ഉണ്ട്, അതിപ്പോ അതിൽ പറയുന്നതല്ല. എങ്കിൽ പോലും ഒരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ, മറ്റു മദ്യാസക്തർക്ക് നമ്മൾ അനുഭവിച്ച അല്ലെങ്കിൽ നമുക്ക് വെറുതെ കിട്ടിയ ഒരു കാര്യം മറ്റുള്ളവർക്ക് ദാനമായി കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു കാര്യം. അപ്പൊ അതിൽ പറയുന്നുണ്ട്, മറ്റ് അമിത മദ്യപാന രോഗികളുമായുള്ള ഗാഢമായ പ്രവർത്തനത്തോളം വലുതായി മദ്യത്തിൽ നിന്ന് മുക്തിയും രക്ഷയും നൽകാൻ വേറൊരു കാര്യം ഇല്ല തന്നെയാണ്, മറ്റൊന്നുമില്ല. ഞങ്ങൾക്കത് ഞങ്ങളുടെ ഒരു പരിചയം അത് കാണിച്ചു തരുന്നത് തന്നെയാണ് അത് ആൽക്കഹോളിക്സ് അനോണിമസിൽ പറയുന്നത്. പിന്നെ ഇതുണ്ട്, ലിറ്ററേച്ചറുകളൊക്കെ നമുക്ക് കൊടുക്കാൻ. ഒരു മദ്യാസക്തനെ കാണുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് അത് നമ്മുടെ ഒറ്റ നോട്ടത്തിൽ, അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ എനിക്ക് വേണ്ടിയോ എന്നുള്ള കുറെ പാംപ്ലെറ്റ്സുകളുണ്ട്, അതൊക്കെ കൊടുക്കാം. പിന്നെ സർവീസിന്റെ ഒരു ഭാഗമായിട്ട് നമുക്ക് എന്താ പറയാ, പല ഇതില് പറയുന്ന പോലെ തന്നെ ഓരോ കാര്യങ്ങൾ, സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇതില്. ഞാൻ എൻ്റെ ഒരു അനുഭവത്തില് കുറച്ചു കാലം ഞാൻ ഒരു ഗ്രൂപ്പിന്റെ സെക്രട്ടറി ആയ സമയത്ത് അവിടുത്തെ ഒരു ഒരു ഇന്റർ ഗ്രൂപ്പ് രൂപീകരിക്കുകയും ആ ഇന്റർ ഗ്രൂപ്പിന്റെ IGR ആയിട്ട്, ഇന്റർ ഗ്രൂപ്പ് റെപ്രസെന്റേറ്റീവ് IGR എന്നുള്ളൊരു കാര്യത്തിൽ കുറച്ച് നാൾ ഇരുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഈ GSR ഡിസ്ട്രിക്ട് കമ്മിറ്റിയിലെ ജനറൽ സർവീസ് റെപ്രസെന്റേറ്റീവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തലത്തിലൊക്കെ ഇരുന്നിട്ടുണ്ട്. അത് അന്നൊന്നും
ഈ IGR ആയിട്ടും GSR ആയിട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് എന്താണ് ഈ സംഭവം എന്നൊന്നുമല്ല, ഒരു ഗ്രൂപ്പിന്റെ പ്രതിനിധി എന്നുള്ള രീതിയിൽ പോയിരുന്നു. പക്ഷെ അത് പിന്നീട് അതിലേക്ക് കുറെ കാര്യങ്ങള് നമുക്ക് പ്രാക്ടിക്കലായിട്ട് അതിലേക്ക് കടന്നു വന്നിട്ടുണ്ട്, ഇല്ല എന്നും പറയുന്നില്ല. ഞാൻ ഒരു രണ്ട് വർഷമൊക്കെ കഴിഞ്ഞ് 2.5 വർഷമൊക്കെ കഴിഞ്ഞിട്ടും ഞാൻ ഈ പറഞ്ഞ മാതിരി ലിറ്ററേച്ചറുകൾ വായിക്കുകയോ അല്ലെങ്കിൽ ബുക്കുകൾ വായിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇതിന് സഹായമായിട്ടുണ്ട് നമ്മുടെ സർവീസ്. ഞാൻ ഒരിക്കൽ അവിടുത്തെ ഇന്റർ ഗ്രൂപ്പിന്റെ 12th സ്റ്റെപ്പ് ചെയർമാൻ, 12ാം പടി ചെയർമാൻ, PI ചെയർമാൻ ആണ്. അത് ഇന്റർ ഗ്രൂപ്പില് ആ സമയത്ത് ഉണ്ടായിരുന്നില്ല, ഡിസ്ട്രിക്ട് കമ്മിറ്റിയിലാണ്, ഡിസ്ട്രിക്ട് കമ്മിറ്റി അല്ല, സോറി, ഏരിയ കമ്മിറ്റിയിലാണ് PI ചെയർമാൻ അന്ന് ഉണ്ടായിരുന്നത്. പിന്നീട് ഈ ഇന്റർ ഗ്രൂപ്പിലെ 12 സ്റ്റെപ്പ് ചെയർമാൻ എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അപ്പൊ അതിലേക്ക് എന്നെ അവിടുത്തെ ഒരു പഴമക്കാരൊക്കെ കൂടിയിട്ട്, ചെയർമാൻ ഉണ്ട്, സെക്രട്ടറി ഉണ്ട്, പിന്നെ ലിറ്ററേച്ചർ സെക്രട്ടറി ഉണ്ട്, പിന്നെ ഈ 12 സ്റ്റെപ്പ് ചെയർമാൻ. എനിക്ക് എന്താണെന്ന് പോലും അറിയില്ല. പക്ഷെ അവര് നിർബന്ധിച്ചപ്പോൾ ഞാൻ നിന്നുപോയി, ഞാൻ വേണ്ടാന്നൊന്നും പറഞ്ഞില്ല. ആ സമയത്ത് ഒരു 3 മാസമായിട്ട് തുടർച്ചയായിട്ട് വരുന്ന ഒരു പുതുമക്കാരൻ, അദ്ദേഹം ഒരു ദിവസം എന്നെ വിളിച്ചു. അപ്പൊ ഞങ്ങള് കുറച്ച് ആൾക്കാർ മീറ്റിംഗ് കഴിഞ്ഞിട്ട് നിൽക്കുന്ന സമയത്താണ് അദ്ദേഹം വിളിക്കുന്നത്. വിളിച്ചിട്ട് പറഞ്ഞു, അതെ, എനിക്കൊരു സംശയമുണ്ട്, നിങ്ങൾ 12ാം പടി ചെയർമാൻ അല്ലേ, 12 പടികളിലെ ചെയർമാൻ. അപ്പൊ അതുകൊണ്ട് 5ാം പടിയിൽ ഇന്നൊരു ഭാഗമുണ്ട്. ഞാൻ അപ്പൊ അങ്ങനെ പോയി. അപ്പൊ എന്റെ തൊട്ടടുത്ത് 12 വർഷമായിട്ടുള്ള ഒരാളുണ്ട്. 12 വർഷമായിട്ട് ആൽക്കഹോളിക്സ് അനോണിമസിലൂടെ നിരന്തരം മീറ്റിങ്ങിലൂടെ സഞ്ചരിക്കുന്ന ഒരാൾ. ഞാൻ അദ്ദേഹത്തിനോട് തൊട്ടടുത്ത് പെട്ടെന്ന് പറഞ്ഞു, അതെ, ഞാൻ ഫോൺ തരാം, ഒരാള് 5ാം പടിനെ കുറിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, ഒന്ന് പറയാം. അപ്പൊ ആള് പറഞ്ഞു, എനിക്ക് ഫോൺ തരില്ല, എനിക്ക് 5ാം പടി എന്താ തന്നെ അറിയില്ല എന്നാണ്. 12 വർഷമായിട്ടുള്ള ഒരാൾ 5ാം പടി എന്താണെന്ന് എനിക്ക് അറിയില്ല എന്നാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ വെല്ലം വേണ്ടി, 1, മദ്യത്തിന് മുമ്പ് ശക്തി ആണെന്ന് ഞങ്ങൾ സമ്മതിച്ചു. 2, ദൈവം ഞങ്ങളുടെ, അങ്ങനെ എണ്ണി 5ാം പടി എനിക്ക് മനസ്സിലായി. നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്നുണ്ടല്ലോ, പെട്ടെന്ന് 5ാം പടി വന്നപ്പോ പെട്ടെന്ന് മനസ്സിലായില്ല. അദ്ദേഹം ചോദിച്ചത് എങ്ങനെയാണ്, നിങ്ങൾ 12ാം പടി ചെയർമാനാണല്ലോ, 5ാം പടി. അപ്പൊ ഞാന് ഈ ഉത്തരത്തിൽ മുട്ടിയ കൊഞ്ചനം കാണിക്കുന്ന പറഞ്ഞ പോലെ, നിങ്ങൾ 3 മാസമല്ലേ ആയിട്ടുള്ളൂ, 1ാം പടിയിൽ നിന്നോ, എന്നിട്ട് കട്ട് ചെയ്തു. പക്ഷെ ഞാൻ ചെയ്തത് വലിയൊരു തെറ്റാണെന്നുള്ളത് പിന്നീട് എനിക്ക് ബോധ്യമായി. അന്ന് മുതൽ അന്ന് തന്നെ ആ വീട്ടിൽ വന്നിട്ട് 5ാം പടി എന്താണെന്നുള്ളത് വായിച്ചു നോക്കി. 12 എടുത്ത് 5ാം പടി, 1ാം പടി അല്ലാട്ടോ വായിക്കുന്നത്, 5ാം പടി എന്ന് വായിക്കും. കാരണം എനിക്ക് ഇനി ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ പറയണ്ടേ. പക്ഷെ ആൽക്കഹോളിക്സ് അനോണിമസിലെ സേവനത്തിലൂടെ നടന്ന നമ്മൾ വെറുതെ ഇരിക്കില്ല, നമ്മളത് അറിയാൻ വേണ്ടി ശ്രമിക്കും. എന്റെ കാര്യത്തിൽ അതുണ്ടായത്. ഞാൻ IGR ആയി, GSR ആയി, ഇന്റർ ഗ്രൂപ്പിന്റെ ഒരു മറ്റേ 12 സ്റ്റെപ്പ് ചെയർമാനായി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഡിസ്ട്രിക്ട് കമ്മിറ്റിയിൽ വന്നു. ഡിസ്ട്രിക്ട് കമ്മിറ്റിയിൽ ആൾട്ടർനേറ്റ് DCM ആയി. ഞാനിങ്ങനെ ആ ആൾട്ടർനേറ്റ് DCM ആയിട്ടുള്ള സമയത്താണ് സ്റ്റിക്കർ ഒട്ടിക്കുന്ന ഒരു പരിപാടി, നമ്മുടെ KSRTC ബസ്സിലൊക്കെ സ്റ്റിക്കർ ഒട്ടിക്കുക. അന്ന് ഞാൻ 15 കിലോമീറ്റർ അപ്പുറത്താണ് ഈ മീറ്റിംഗ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ സ്റ്റിക്കർ ഒട്ടിക്കാൻ വേണ്ടി 3 ആളുള്ളൂ വേറെ. അപ്പോൾ ഒരു ഗുരുവായൂർ ഡിപ്പോയില് ഉള്ള ഒരു 38 ബസ്സുകളുടെ ഒരു ലിസ്റ്റ് കിട്ടി. അത് രാത്രി വോട്ട് ചെയ്യേണ്ടതാണ്. ഒരു 11 മണി നേരത്തൊക്കെ അവിടെ നിൽക്കണം. അവിടെ വരുന്ന പോകുന്ന അല്ലെങ്കിൽ നിൽക്കുന്ന അല്ലെങ്കിൽ യാത്രക്കാരില്ലാത്ത ബസ്സുകളിൽ ഒട്ടിക്കണം. അങ്ങനെ പെർമിഷൻ കിട്ടും. അപ്പൊ എനിക്ക് സത്യത്തില് എനിക്ക് വീട്ടിൽ പോകണമെന്നുണ്ടായിരുന്നു. കാരണം ഇത്രയും കിലോമീറ്റർ അല്ലേ, ഈ പറയുന്ന ആൾക്കാരൊക്കെ 2 കിലോമീറ്റർ 3 കിലോമീറ്റർ ചുറ്റളവിലുള്ള ആൾക്കാരായിരുന്നു. പക്ഷെ ഞാൻ അവരുടെ കൂടെ, ഞാൻ സ്റ്റിക്കറുകൾ ഒട്ടിച്ചു. അവരെനിക്ക് എന്നെ കൊണ്ട് തന്നെ ഒട്ടിച്ചു. ശരി, അത് ആ സ്റ്റിക്കർ പറിച്ചു കളഞ്ഞ് ഒരാൾ തരും, ഞാൻ അത് ഒട്ടിക്കും. ഒരു ബസ്സിൽ 2 വീതം ഒട്ടിച്ചു. അത് കഴിഞ്ഞ് ചായയൊക്കെ കുടിച്ച്, അന്ന് അവിടെ ഗുരുവായൂരായ കാരണം ഡേ നൈറ്റ് ചായയൊക്കെ കിട്ടും. ചായയൊക്കെ കുടിച്ച് അന്ന് ബൈക്ക് ഉണ്ടായിരുന്നു. ബൈക്കുമ്പോൾ ഞാൻ വീട്ടിലെത്തുമ്പോൾ 1 മണിയായി, 1 മണി 1:30 ആയി. അവിടുന്ന് ഒരാഴ്ച കഴിയുമ്പോഴേക്കും ഇതിന്നൊക്കെ കോളുകൾ വന്നു തുടങ്ങി. പ്രാദേശികമായിട്ടുള്ള അത് ഒരു ഡിസ്ട്രിക്ട് കമ്മിറ്റിയുടെ നമ്മുടെ സർവീസ് നമ്പറാണ് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ആ ഒട്ടിച്ച ആൾക്കാരിൽ ഒരാൾ പഴമക്കാരൻ എന്നോട് പറഞ്ഞു, മധു, നമ്മൾ ഒട്ടിച്ചിട്ടുള്ളത് വളരെ സക്സസ് ആണ്, ആൾക്കാരൊക്കെ വിളിച്ചു തുടങ്ങി, മീറ്റിങ്ങിൽ വരില്ല കാര്യം വേറെ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എനിക്കത് ഞാൻ എന്തോ ഒരു വലിയൊരു കാര്യം ചെയ്ത പോലെ, ഞാൻ നേരത്തെ പറഞ്ഞ പറ്റില്ല, പല്ലി താങ്ങണ രീതിയിൽ ഞാൻ എന്തോ ഒരു കാര്യം ചെയ്ത പോലെ എനിക്ക് ഫീൽ ചെയ്തു.
ഞാൻ എന്തോ ഏതൊരു ഇതിൽ പറയാണ്ട് വലിയൊരു പൂർണ്ണതയുടെ ചെറിയൊരു ഭാഗമാണ് ഞാൻ എവിടെ ഞാൻ വായിച്ചിട്ടുണ്ട് ആൽക്കഹോളിസം. വലിയൊരു പൂർണ്ണതയുടെ ചെറിയൊരു ഭാഗം. പിന്നീട് എനിക്കൊരു ചെറിയൊരു ഒരു സ്പാർക്ക് വന്നു. ഞാൻ സേവനത്തിൽ ആൾട്ടർനേറ്റ് DCM ആയി. കഴിഞ്ഞ് DCM ആവാൻ പറ്റിയില്ല. കാരണം DCM ആവാൻ അവിടെ വീണ്ടും മത്സരങ്ങളും കാര്യങ്ങളൊക്കെ വന്നു. അതൊന്ന് പിന്മാറേണ്ടി വന്നു. കാരണം ആ ആൾട്ടർനേറ്റ് DCM നമ്മുടെ ട്രസ്റ്റിയിലൊക്കെ തെരഞ്ഞെടുപ്പിന്റെ സമയമാണ്. അത് കൃത്യമായിട്ട് മറ്റുള്ള ആൾക്കാരെ ലിസ്റ്റ് ഉണ്ടാക്കലും ഇമെയിൽ അഡ്രസ്സും അതും 18 ഗ്രൂപ്പുകളുണ്ട് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ. എല്ലാവരെയൊക്കെ കൃത്യമായി അത് നമ്മുടെ എന്താ പറയാ ഇതിലൊക്കെ എക്സൽ എന്ന് പറഞ്ഞ ഇതിലൊക്കെ ചെയ്ത് വളരെ കൃത്യമായി വരവ് ചെലവ് കണക്കുകളൊക്കെ അവതരിപ്പിച്ചു. അതായത് DCMന്റെ അഭാവത്തിലാണ്. DCM ഉണ്ടായിരുന്നില്ല അവിടെ. DCM ജോലി കിട്ടി വേറെ സ്ഥലത്തേക്ക് പോയി. അദ്ദേഹം ഇനാക്റ്റീവ് ആയിരുന്നു. ആ സമയത്ത് ആൾട്ടർനേറ്റ് DCM ആയിട്ടുള്ള ഞാൻ അത് ഏറ്റെടുത്ത് ഭംഗിയായിട്ട് നടത്തിയെന്നാണ് എനിക്ക് വിശ്വാസം. പക്ഷെ പിന്നീട് അത് DCM ആയപ്പോൾ അവിടെ മത്സരങ്ങൾ വന്നു. അതൊരു അതെന്തെങ്കിലും ആവട്ടെ, അത് അതിൽ നിൽക്കാൻ പറ്റിയില്ല. എനിക്ക് വല്ലാത്തൊരു വിഷമമായി. കാരണം എന്നോട് സ്പോൺസർ പറഞ്ഞു, നീ നിനക്ക് തോന്നുകയാണ് അതിൽ നിൽക്കാൻ കഴിയും, അല്ലെങ്കിൽ നിനക്ക് പ്രാപ്തനാണെങ്കിൽ തീർച്ചയായിട്ടും നിൽക്കും. മത്സരമായി വന്നു. ഞാൻ അതിന് പിന്മാറി. വേറൊരാളും പിന്മാറി. വേറെ ആളാണ്. പക്ഷെ ദൈവം അവിടെ എനിക്ക് സേവനം ചെയ്യാൻ ഭയങ്കര താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷെ ദൈവം വേറൊന്ന് പ്രവർത്തിച്ചു. എന്നെ ഏരിയ കമ്മിറ്റിയുടെ PA ചെയർമാനായി. സെൻട്രൽ കേരള ഏരിയ കമ്മിറ്റിയുടെ PA ചെയർമാൻ. ഇപ്പൊ PA ചെയർമാനാണ്. തീർച്ചയായിട്ടും ദൈവം തീരുമാനിക്കണം നമ്മുടെ കാര്യങ്ങൾ. ഞാൻ തീരുമാനിച്ചുകൊണ്ട് യാതൊന്നും നടക്കില്ല. ഞാനൊരു പുതുമക്കാരനെ ഞാൻ ഇതേപോലെ തന്നെ അദ്ദേഹം വന്ന് ഒരു സന്ദേശം കൊടുത്തു. ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ് സംഭവം, താങ്കൾക്ക് വേണമെങ്കിൽ വരാം. 3 മാസമൊക്കെ ഞാൻ വിളിച്ചുകൊണ്ടിരുന്നു. അദ്ദേഹം വന്ന് ടോക്കണൊക്കെ മേടിച്ചു. അതേസമയം ഞാൻ അവിടെ തീരുമാനിച്ചത് ഞാനല്ല അത്, ദൈവമാണ്. ഇപ്പൊ ഒരു വർഷത്തെ ടോക്കണൊക്കെ മേടിക്കുമ്പോൾ, പണ്ടൊക്കെ ഒരു വർഷത്തെ ടോക്കണൊക്കെ മേടിക്കുമ്പോൾ മധു കാരനാണ് ഞാൻ രക്ഷപ്പെട്ടു എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ ഉള്ളിലൊക്കെ ഒരു ചെറിയ എന്തൊരു ഇതൊക്കെ വരുന്നുണ്ട്, ഇല്ലാന്നും പറയുന്നില്ല. പക്ഷെ അതുപോലും അടുത്ത നിമിഷം തന്നെ ഞാൻ പ്രാർത്ഥിക്കും, ദൈവമേ അങ്ങ് എന്നൊരു ഉപകരണമാക്കി. ഒരിക്കൽ പോലും എനിക്ക് എങ്ങനെ, കാരണം ഞാൻ കൊണ്ടുവന്ന ഒരാള് നിന്നു, അയാള് സ്ലിപ്പായി. പലപ്പോഴും മീറ്റിങ്ങിലൊക്കെ പറഞ്ഞു ഞാൻ കാരണം രക്ഷപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് സ്ലിപ്പായി. എനിക്ക് വല്ലാത്ത വിഷമമായി. ഈ സ്ലിപ്പായത് ഞാൻ കാരണം കൂടി പറഞ്ഞു. അപ്പൊ കൂടുതൽ വിഷമമായി. ഞാനൊരു സ്പോൺസറെ വിളിച്ചപ്പോൾ പറഞ്ഞു, മധു എത്ര ഒരു 2-3 ആൾക്കാരൊക്കെ നിൽക്കുന്നില്ലേ, ഉണ്ട്. അവരൊന്നും മധു കാരണമാണോ നിൽക്കുന്നത്, അങ്ങനെ വിചാരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അല്ല, ഞാൻ കാരണമല്ല. അവര് സ്ഥിരമായിട്ട് മീറ്റിങ്ങിന് വരുന്നു, അവര് പ്രോഗ്രാം ചെയ്യുന്നു, നിൽക്കുന്നു. പിന്നെന്തിനാണ് നീ വിഷമിക്കുന്നത്? നീ കാരണം ഒരു മദ്യാസക്തൻ കുടിക്കില്ല. അയാള് മദ്യാസക്തനായ കാരണമാണ് വീണ്ടും കുടിച്ചത്, നീ കാരണമൊന്നല്ല. അല്ലെങ്കിൽ നീ കാരണമല്ല മറ്റുള്ളവർ നിൽക്കുന്നത്. നീ ആദ്യം നിന്റെ കാര്യം നോക്ക്. നീ കുടിക്കാതിരിക്കാൻ നോക്ക്. അല്ലാണ്ട് മറ്റുള്ളവർ നോക്കലല്ല നിന്റെ പരിപാടി. നീ കുടിക്കാതിരിക്കുക, ഒപ്പം മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. അല്ലാതെ അനാവശ്യമായിട്ട് പേരെടുക്കാനോ മറ്റുള്ള കാര്യങ്ങളോ നോക്കണ്ട. അന്ന് മുതലേ ഞാൻ ഈ പറഞ്ഞ മാതിരി ഒക്കെ കൊടുത്തുകൊണ്ടേയിരുന്നു. അതിന്റെ റിസൾട്ട് എന്താണെന്ന് നോക്കി. ഇപ്പോഴും ഇതിന്റെ ഒരു PI നമ്പർ എൻ്റെ കയ്യിലുണ്ട്. ഞാൻ പരമാവധി ആൾക്കാരിനെ വിളിക്കുമ്പോഴൊക്കെ ഓരോ ഗ്രൂപ്പായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കാറുണ്ട്. ആൽക്കഹോളിസം അനോണിമസിലെ ചില പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ പലപ്പോഴും പഴമക്കാർ പറയുന്നുണ്ട്, ഇതിൽ നിലനിൽക്കുന്ന സേവനത്തിന് ഒരു പറയുന്നുണ്ട്, അത് ഈ തുടക്കത്തിലൊക്കെ പറയും കുറച്ച് സമയം ചെലവാക്കണം, കുറച്ച് പണം ചെലവാക്കേണ്ടി വരും, ഇതൊക്കെ സാധാരണ പതിവാണ് എന്നൊക്കെ പറയും. പക്ഷെ ഇരട്ടിയായിട്ട് തിരിച്ചു കിട്ടും. അത് തന്നെയാണ് ഓരോ പഴമക്കാരും പറഞ്ഞിട്ടുള്ളത്, എൻ്റെ ഒരു എക്സ്പീരിയൻസും. 10 രൂപ ചെലവാക്കി അത് 1000 ഉറുപ്പിയായിട്ട് കിട്ടുന്നു. തീർച്ചയായിട്ടും കിട്ടും. ഞാൻ ചെലവാക്കി കിട്ടുന്ന പറയുന്നത്, ഞാൻ ഈ സിവിൽ എഞ്ചിനീയർ വിഭാഗത്തില് ഞങ്ങളൊക്കെ ആദ്യമൊക്കെ തുടക്കകാലത്തൊന്നും കമ്പ്യൂട്ടർ അല്ല ഉപയോഗിച്ചിരുന്നത്. വെറുതെ T² മറ്റുള്ള കാര്യങ്ങൾക്ക് വരയ്ക്കുകയും ചെയ്യും. പ്ലാനൊക്കെ വരയ്ക്കുന്നത് ബോർഡിന്റെ മുകളിൽ ആദ്യം പെൻസിൽ കൊണ്ട് വരയ്ക്കും, പിന്നെ അതിന്റെ മുകളിൽ കറക്റ്റ് ചെയ്തിട്ട് ഒരു റോട്ടറിംഗ് എന്നൊരു പാൻ ഉണ്ട്, പാൻ കൊണ്ട് വരച്ച് അത് അമോണിയ പ്രിന്റ് എടുക്കുകയാണ് ചെയ്യുക. ഇപ്പൊ ഒക്കെ ടെക്നോളജി ഒക്കെ വളർന്നു. ഇപ്പൊ സിസ്റ്റത്തിൽ ചെയ്തിട്ട് നമുക്ക് പ്ലോട്ടർ ചെയ്യും. ആ സിസ്റ്റം കമ്പ്യൂട്ടറിൽ ചെയ്യണത് ഒരു ഓട്ടോകാഡ് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ഉണ്ട്. അപ്പൊ ഞാൻ പഠിക്കുന്ന കാലത്ത് അന്ന് ഓട്ടോകാഡിന് ഒരു കോഴ്സിന് 2000 രൂപയാണ് ചിലവ്. ഇന്നൊരു പ്ലാൻ വരയ്ക്കണമെന്ന് വെച്ചാൽ 10,000 രൂപ മേടിക്കാം. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് എത്തിയത്. അപ്പൊ ഞാൻ അന്ന് 2000 രൂപ ചെലവഴിച്ചിട്ട് ഞാൻ ആ കോഴ്സ് പഠിച്ച കാരണം ഞാൻ ഇന്ന് അതിലൂടെ
ഓട്ടോകാർഡ് തന്നെയാണ്. അത് വേർഷൻ മാറുന്നല്ലാതെ അതിന്റെ തത്വങ്ങളൊന്നും മാറില്ല. അപ്പൊ നമ്മൾ ഇവിടെ ആൽക്കഹോളിക്സ് അനോണിമസിൽ നമ്മൾ ഒരു 10 രൂപ ചെലവാക്കുകയാണെങ്കിൽ അത് 100 ഇരട്ടിയായിട്ട് തിരിച്ചു കിട്ടുന്നുള്ളത് പഴമക്കാർ പലപ്പോഴും പറയാറുണ്ട്. നമ്മൾ ഇവിടെ സമയം ചെലവഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സമയം കിട്ടും. എന്നെ സംബന്ധിച്ച് ആൽക്കഹോളിക്സ് അനോണിമസിൽ സമയം ചെലവഴിച്ച കാരണമാണ് ഞാൻ ജീവിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ എന്നേ മരിച്ചു കൊണ്ടതാണ്. സമയം കിട്ടില്ല. അപ്പൊ പലപ്പോഴും പല ആൾക്കാരും പറയണത് തന്നെയാണ്. ഇപ്പൊ ഇവിടെ ഗ്രൂപ്പിലൊക്കെ GSR ഇപ്പൊ ഓരോ മീറ്റിങ്ങുകളുണ്ട്. അവര് തരുന്നില്ല. അപ്പൊ അതെ എനിക്ക് സമയമൊന്നുമില്ല. ഞാൻ വേണമെങ്കിൽ എനിക്ക് IGR GSR ഒന്നും പറ്റില്ല. വേണമെങ്കിൽ വേറെ ആൾക്കാരായിക്കോ എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ വിഷമം തോന്നാറുണ്ട്. അവരെ നമുക്ക് എങ്ങനെ പഠിപ്പിച്ചാലും അത് ആവില്ല. അവരെ കാഴ്ചപ്പാട് തന്നെ മാറണം. ഞാൻ അങ്ങനെയായിരുന്നു. അപ്പൊ അതുകൊണ്ട് സമയം സമയം എന്ന് പറയുന്നത് നമുക്ക് ആ സമയം കിട്ടാത്തൊരവസ്ഥയിലായിരുന്നു ശരിക്കും ഞാനൊക്കെ ആൽക്കഹോളിക്സ് അനോണിമസിൽ വന്നത്. കാരണം സമയം ഇനി ബാക്കി ഉണ്ടാവില്ല ചിലപ്പോ. ജീവിച്ചിരുന്നാലല്ലേ സമയം നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ ഇന്ന് ഈ സുപ്രധാനമായിട്ടുള്ള അല്ലെങ്കിൽ മഹത്തരമായിട്ടുള്ള ഈ ഒരു കൂട്ടായ്മ ഉള്ളത് കൊണ്ട് എനിക്ക് സമയം നീട്ടി കിട്ടിയെന്ന് ഞാൻ പറയും. അപ്പൊ എത്രമാത്രം സമയം ചെലവഴിക്കാൻ എനിക്ക് ഒരുപാട് കാശ് നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ ആൽക്കഹോളിക്സ് അനോണിമസിൽ വന്നത്. പിന്നീട് ആൽക്കഹോളിക്സ് അനോണിമസിന് വേണ്ടിയിട്ട് കുറച്ച് പൈസ ചെലവാക്കണം എന്താ കുഴപ്പം. ഇന്ന് ഞാൻ വേറൊരു സംഘടനയിലുണ്ട്. ഞങ്ങളുടെ അസോസിയേഷനിൽ ഒരു ഏരിയ പ്രസിഡന്റാണ് ഞാൻ. ഇപ്പൊ കഴിയാറായി. ഈ നവംബറിൽ 2 വർഷമാണ്. ഇന്ന് കാലത്ത് ഫുൾ ടൈം ഒരു ദിവസം മുഴുവൻ ആ ഒരു പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചു. ഞങ്ങൾ 3 ആള് വേറെ ഉണ്ടായിരുന്നു. 4 ആൾക്കാരുണ്ടായിരുന്നു. 3 ആളും മദ്യാസക്തരൊന്നുമല്ല. മദ്യം കഴിക്കുന്ന ആൾക്കാരും പോലല്ല. അവരുടെ കൂട്ടത്തില് കാലത്ത് 10 മണി മുതൽ വൈകിട്ട് 4 മണി വരെ കൂട്ടത്തിലുണ്ടായിരുന്നു. ഭക്ഷണം ഞങ്ങൾ പുറമെന്ന് കഴിച്ചു. അതൊരു സ്ഥലത്ത് ഓരോ പഞ്ചായത്തുകളിലും നോക്കി അവിടുത്തെ ആൾക്കാരൊക്കെ പിടിച്ച് അങ്ങനെ കുറെ കാര്യങ്ങൾക്ക് പുതിയ മെമ്പർഷിപ്പ് ചേർക്കാനൊക്കെയാണ്. അവിടെ ഒരു ഒരു സ്ഥലത്ത് പോയപ്പോൾ ഒരു നല്ലൊരു ഹോട്ടലുണ്ട്. ഒരു പാഴ്സൽ തരുന്നു ഉച്ചയ്ക്ക് ഭക്ഷണം. അപ്പോൾ അവിടുത്തെ ഒരു എഞ്ചിനീയർ അദ്ദേഹം ഞങ്ങളുടെ കൂടെ വന്നു. ആ ഹോട്ടലിൽ പറഞ്ഞു പാഴ്സൽ വേണ്ട, ഇന്നിപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഇനിയിപ്പോൾ എവിടെ പോയിട്ട് കഴിക്കുക, അല്ലെങ്കിൽ കാറിൽ നിന്ന് കഴിക്കേണ്ടി വരും. അപ്പൊ അവര് തന്നെ ആരും അറിയാതെ അതിന്റെ ഉള്ളിൽ ഒരു ഒരു ടേബിളൊക്കെ അപ്പൊ തന്നെ സെറ്റ് ചെയ്ത് നല്ലൊരു എന്നോട് ചോദിച്ചു എന്താണെങ്കിലും കുഴപ്പമില്ല, നല്ല ഭക്ഷണം കഴിച്ചു. ഇന്ന ഭക്ഷണം ഞാൻ പറയുന്നില്ല, നല്ല ഭക്ഷണം കഴിച്ചു. ഈ പൈസയൊക്കെ കമ്മിറ്റിന് കൊടുക്കണം. 10 പൈസ ചെലവില്ല നമുക്ക് കംപ്ലീറ്റ്. ഇതൊരു ഇതൊരു സംസ്ഥാന സമ്മേളനമൊക്കെ വന്നു കഴിഞ്ഞാൽ 2 ദിവസം ഇപ്പൊ പാലക്കാട്, കഴിഞ്ഞ പ്രാവശ്യം പാലക്കാടായിരുന്നു. അവിടെ നിൽക്കും. അവിടെ സ്റ്റാർ ഹോട്ടലിലാണ് ഭാരവാഹികൾക്ക് 10 പൈസ വേണ്ട. ഞാൻ പറഞ്ഞു വന്നത് ഒരു സംഘടനയാണത്. പക്ഷെ ആൽക്കഹോളിക്സ് അനോണിമസില് നമ്മൾ കയ്യിൽ നിന്ന് തന്നെ പൈസ കൊടുക്കണം. വേറൊരു ഔദാര്യം മേടിക്കരുത്. ഒരിക്കൽ ഒരു പഴമക്കാരൻ ഒരു ഒരുപാട് ദൂരമുണ്ട്. അവിടെ അദ്ദേഹത്തിന്റെ നാട് വേറെയാണ്. പക്ഷെ ഇവിടുന്ന് വന്നിട്ട് അവിടെ ഒരു വിഷയം അവതരിപ്പിച്ച് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പൊ അവിടുത്തെ കമ്മിറ്റി ഒരു കവറിൽ പൈസ ഇട്ട് കൊടുത്തു. പൈസ ഇട്ട് കൊടുത്തപ്പോ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്. ഞാൻ ഉണ്ടായിരുന്നു അവിടെ അടുത്ത്. ആ പൈസ അതേപോലെ തന്നെ കവർ അവർക്ക് കൊടുത്തിട്ട് പറഞ്ഞു, മോനെ ഞാൻ ഇത് മേടിച്ചു കഴിഞ്ഞാലേ എനിക്കിപ്പോഴുള്ള സുബോധം ഉണ്ടാവില്ല. ഇത് എനിക്ക് ദൈവമാണ് തന്നത്. എനിക്ക് ഇതിനായിട്ട് അപ്പുറം ദൈവം തന്നോളും എന്നൊരു വാക്കുണ്ട്. ഞാനത് എന്റെയൊക്കെ തുടക്കകാലത്താണ്. വല്ലാതെ എന്താ പറയാ ഹൃദയത്തിലേക്ക് കിടന്നതാണ്. ആ പ്രവർത്തനങ്ങൾക്ക് പ്രതിഫലം സ്വീകരിക്കരുത് എന്നെങ്കിലും പറഞ്ഞാൽ പോലും ചിലരും ഇപ്പൊ നമ്മളിപ്പോ ഒരു സ്പീക്കറെ വിളിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഒരു റൂം വാടക മറ്റേ താമസിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കൊടുക്കാറുണ്ട്. ഇവിടെയൊക്കെ ഗുരുവായൂരൊക്കെ വന്നിട്ട് അങ്ങനെ കൊടുക്കാറുണ്ട്. എങ്കിൽ പോലും ആ ഒരു കാര്യം കവറിലിട്ട് പൈസ കൊടുത്തപ്പോൾ അദ്ദേഹം അതേപോലെ തന്നെ തിരിച്ച് അയാളുടെ ആ പോക്കറ്റിലേക്ക് വെച്ച് ഇത് പറഞ്ഞു, ഞാനിത് മേടിച്ചു കഴിഞ്ഞാലേ അത് ശരിയല്ല, എന്റെ സുബോധത്തിന് എനിക്ക് ഏറ്റവും വലുത് സുബോധമാണ്. ദൈവം അതിന് 100 ഇരട്ടിയായിട്ട് എനിക്ക് തിരിച്ചു തരുന്നു.